വാക്കുകൾ പാലിക്കപ്പെടാനുള്ളതാണ്. ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി. ഒരുപാട് വാക്കുകൾ അദ്ദേഹം പാലിക്കപ്പെട്ടിട്ടുണ്ട്. അക്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം പാലിച്ചത് സമൂഹത്തിന്റെ ബാധ്യതയായ ഒരു വാക്ക് പാലിക്കലാണ്. സുരേഷ് ഗോപിയുടെ സാമ്പത്തിക സഹായത്തോടെ ട്രാൻസ്ജെൻഡർമാരുടെ ലിംഗമാറ്റ ശസ്ത്രക്രിയ അമൃത ആശുപത്രിയിൽ ഇന്ന് ആരംഭിച്ചിരിക്കുന്നു. ഇതിനുള്ള രേഖകൾ ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം കൈമാറി. ആദ്യഘട്ടത്തിൽ 10 പേരാണ് സുരേഷ് ഗോപിയുടെ സാമ്പത്തിക സഹായത്തോടെ ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്നത്. 12 ലക്ഷം രൂപ അദ്ദേഹം ഇതിനായി അമൃത ആശുപത്രിക്ക് കൈമാറിയിട്ടുണ്ട്. ദയയും കാരുണ്യവുമല്ല ഇത് എന്ന് അദ്ദേഹം പറയുന്നു. വലിയ അത്യാവശ്യവും സമൂഹത്തിന്റെ ബാധ്യതയുമാണ്. എല്ലാവർക്കും ജീവിതവും മാന്യമായി ജീവിക്കാനുള്ള അവകാശവും ഉറപ്പുവരുത്തുന്നതിനുള്ള ശ്രമങ്ങളുടെ തുടക്കം കൂടിയാണ് എന്ന് സുരേഷ് ഗോപി പറയുന്നു. ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് സർക്കാർ നൽകുന്ന ധനസഹായം വൈകുകയാണെങ്കിൽ അടുത്ത 10 പേർക്ക് കൂടി പണം നൽകാൻ തയ്യാറാണ് എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അനീഷ, മിഖ, വീനസ് പോൾ, ശ്രാവന്തിക, ഗോപിക, പ്രീതി, അഭിരാമി, റെനാറ്റീന, എൽസ, അദ്രിജ എന്നീ 10 പേർക്കാണ് ആദ്യഘട്ടത്തിൽ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നത്. മുംബൈയിലെ സാമൂഹ്യ സാംസ്കാരിക സംഘടനയായ പ്രതീക്ഷ ഫൗണ്ടേഷൻ ഇവർ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നുള്ളവർക്കായി കഴിഞ്ഞ ഓഗസ്റ്റിൽ തൃശൂരിൽ സംഘടിപ്പിച്ച ഒരു ഓണാഘോഷ പരിപാടി ഉണ്ടായിരുന്നു. കേരളപ്പിറവി ദിനത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ഒരു ആഘോഷമുണ്ടായിരുന്നു. ഈ 2 ആഘോഷങ്ങളിലും സുരേഷ് ഗോപി തന്നെയായിരുന്നു മുഖ്യ അതിഥി. 10 ട്രാൻസ്ജെൻഡർമാരുടെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട തുക താൻ നൽകുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തത് ഈ ചടങ്ങിലാണ്. 10 ട്രാൻസ്ജെൻഡേഴ്സിന് ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകാമെന്ന് കേരളപ്പിറവി ദിനത്തിൽ താരസംഘടനയായ അമ്മയുടെ ഓഡിറ്റോറിയത്തിൽ പ്രതീക്ഷ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ചടങ്ങിലാണ് സുരേഷ് ഗോപി അറിയിച്ചത്. ഒരാൾക്ക് 1,20,000 രൂപയാണ് ചിലവ് വരിക. സർക്കാരിൽ നിന്ന് പിന്നീട് ശസ്ത്രക്രിയയ്ക്കുള്ള പണം തിരിച്ചു കിട്ടും. ചിലപ്പോൾ പണം തിരിച്ചു കിട്ടുന്നതിന് 1 വർഷമെങ്കിലും കാലതാമസം വരും. പണം തിരിച്ചു കിട്ടുന്നത് പ്രകാരം അടുത്ത 10 പേർക്ക് ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്താം. പണം തനിക്ക് തിരിച്ചു തരേണ്ടതില്ല എന്ന് തന്നെയാണ് സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞ മറ്റൊരു വാക്ക്. പകരം സർക്കാരിൽ നിന്ന് തുക തിരിച്ചു കിട്ടുന്ന മുറയ്ക്ക് അടുത്ത 10 പേർ കൂടി ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാവുക എന്നാണ് അദ്ദേഹം നൽകിയ നിർദ്ദേശം. ഇടപ്പള്ളി അമൃത ആശുപത്രിയിലാണ് ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നത്. സുരേഷ് ഗോപി പാലിച്ചിട്ടുള്ള ചില വാക്കുകൾ: കരുവന്നൂർ ബാങ്ക് കൊള്ളയിൽ പണം നഷ്ടമായി ചികിത്സ ലഭിക്കാതെ മരണപ്പെട്ട കൊളങ്ങാട്ടിൽ ശശിയുടെ കുടുംബത്തിന്റെ കടം വീട്ടാം എന്ന വാക്ക് വീട്ടിലെത്തി കടം വീട്ടി നൽകാം എന്ന് അദ്ദേഹം വാഗ്ദാനം നടത്തിയിരുന്നു. കാറളം പഞ്ചായത്തിലെ വെള്ളാനി ട്രിനിറ്റി ഹാളിൽ നടന്ന ST കോഫി ടൈംസിൽ വെച്ച് ശശിയുടെ സഹോദരങ്ങളായ കുമാരൻ, സരസ്വതി, ജയശ്രീ എന്നിവർക്ക് 3 ലക്ഷം രൂപയുടെ ചെക്ക് നൽകിയാണ് അദ്ദേഹം ആ വാക്ക് പാലിച്ചത്. മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്നാണ് സഹായം നൽകിയത്. അങ്ങനെ സുരേഷ് ഗോപി പാലിച്ച വാക്കുകൾ നിരവധിയാണ്. ജാതി വിവേചനത്തിന്റെ പേരിൽ ദുരിതം അനുഭവിച്ച പാലക്കാട് ഗോവിന്ദാപുരം അംബേദ്കർ കോളനിയിൽ വീരൻ കാളിയമ്മ ദമ്പതികൾക്ക് വീട് നിർമ്മിച്ചു നൽകിയാണ് അദ്ദേഹം മറ്റൊരു വാഗ്ദാനം പാലിച്ചത്. കുടിവെള്ള പ്രശ്നം അനുഭവിച്ച ഇടമലക്കുടി കോളനിവാസികൾക്ക് സുരേഷ് ഗോപിയുടെ തീർത്താൽ തീരാത്ത കടപ്പാടുകളുണ്ട്. അങ്ങനെ എത്ര പേരാണ് അദ്ദേഹത്തിന്റെ മനസ്സിലെ നന്മ കൊണ്ട് അവരുടെ ജീവിതം കരുപ്പിടിപ്പിച്ചവർ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് തൃശ്ശൂരും BJP ഘടകവും. സുരേഷ് ഗോപി പാലിച്ച മറ്റൊരു ഹൃദയം തൊട്ട് വാക്കുണ്ട്. ഒരു ഗായകന്റെ ഉദയത്തിൽ അവസാനിക്കുകയായിരുന്നു അത്. 2ാം വയസ്സിൽ കാലുകൾ തളർന്ന സന്തോഷ് എന്ന ഗായകൻ കാവലിലൂടെ സിനിമാ പിന്നണി ഗായകരുടെ നിരയിലേക്ക് ഉയർത്തിയത് സുരേഷ് ഗോപിയാണ്. അവിടെ അദ്ദേഹം നൽകിയ ഒരു വാക്കാണ് അദ്ദേഹം പാലിച്ചത്. സുരേഷ് ഗോപിയുടെ മറ്റു താരങ്ങളുടെയും പ്രകടനത്തിനോടൊപ്പം തങ്ങി നിൽക്കുന്ന ഒരു പാട്ട് തന്നെയാണ് സന്തോഷ് പാടിയ ആ ഗാനം. സിനിമാ ലോകവുമായി യാതൊരു പരിചയവുമില്ലാത്ത സന്തോഷിന്റെ വളരെ നാളായിട്ടുള്ള ആഗ്രഹം നടത്തി കൊടുത്തത് സുരേഷ് ഗോപിയാണ്. അങ്ങനെ വെറും വാക്ക് പറയാത്ത താരമാണ് സുരേഷ് ഗോപി. അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ അദ്ദേഹം പാലിച്ചിട്ടുമുണ്ട്. ശക്തൻ മാർക്കറ്റിലെ അവസ്ഥ വിവരിച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിനെതിരെ അദ്ദേഹത്തിന്റെ എതിരാളികൾ പടയൊരുക്കം നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. സുരേഷ് ഗോപി വെറുതെ പ്രസംഗിക്കുകയാണ് എന്നായിരുന്നു സൈബർ സഖാക്കൾ വാദിച്ചത്. സഹായം അഭ്യർത്ഥിച്ച് തനിക്ക് മുന്നിലെത്തുന്നവരെയും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരെയും സഹായിക്കാൻ ഒരു മടിയുമില്ലാതെ എന്നും രംഗത്തെത്താറുള്ള ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി. സുരേഷ് ഗോപി വെറും വാക്ക് പറയാറില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ എതിരാളികൾക്ക് അറിയില്ല. ചെയ്യുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്തിരിക്കും. അങ്ങനെ ഉറപ്പുള്ള ചുരുക്കം ചില നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരനല്ല എന്ന് തന്നെ പറയണം. നന്മയുള്ള മനസ്സിന്റെ ഉടമയായിട്ടുള്ള നല്ലൊരു മനുഷ്യനാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെയാണ് താൻ പലയിടത്തും പലർക്കും നൽകിയിട്ടുള്ള വാക്കുകൾ പാലിക്കാൻ അദ്ദേഹം മറക്കാതിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.